ഇത് ചപ്പാത്തിയാ? ഓ, പപ്പടം ഓർത്തോ. ഭാര്യ വീട്ടിൽ നിന്നാ ഊണല്ലേ? എന്താ സ്പെഷ്യല്? ഫിഷ് മോളിയാ. കഴിക്ക്. ഹലോ സജിവേട്ടാ. ഫിഷ് മോളിയാണല്ലേ? ഫിഷ് മോളിയോ? അയ്യോ, അത് ഫിഷ് മോളിയല്ല, മീൻ വറുത്തായിരുന്നു സജിവേട്ടാ. ആണോ? അപ്പൊ അമ്മ പറഞ്ഞു ഫിഷ് മോളിയാണെന്ന്. അതോ, സജിവേട്ടന് ഫിഷ് മോൾ ഉണ്ടായി കൊടുത്താൽ ഇഷ്ടാവൂന്ന് ഞാൻ അമ്മയടുത്ത് ചോദിച്ചിരുന്നു. 650 രൂപ. അത് വെച്ച് പറഞ്ഞിരിക്കും. ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, പാത്രത്തിൽ വെച്ച് മൂടിക്കോ. പൂച്ചയ്ക്കോ എല്ലാം കൊടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ കഴിച്ചു തുടങ്ങി. പിന്നെ സജിവേട്ടാ, നമുക്ക് നാളെ സുനിത ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയാലോ? നാളെ? എന്താ? പോം. എന്നാ പിന്നെ ഒരു 2 ദിവസം നമുക്ക് അവിടെ നിക്കാട്ടോ. ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ശരി. ഓക്കെ ചേച്ചി, ഒന്ന് പെട്ടെന്ന് എടുക്കൂ. സജിവേട്ട, 1 മിനിറ്റ്, ഞാനൊന്ന് മരുന്നെടുത്ത് കൊടുത്തിട്ട് വിളിക്കാം. ഓക്കെ ബിജി. സജീവ, കുറച്ച് ഫിഷ് മോൾ തന്നില്ല. അമ്മേ, മാമ ഹായ്. സജി മക്കളെ. മാമ. സന്തോഷായില്ലേ? ബിജിമോളെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാട്ടോ. അതിനെന്താ ദാസേട്ടാ, അതൊന്നും കുഴപ്പമില്ല. മതി. ഇനി നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി, അവരൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. മാമനില്ല എന്ന് പറഞ്ഞ് ഈ മുറി അവര് ഇടയ്ക്കൊന്ന് കയ്യേറിയായിരുന്നു. എന്നാ ഞാനൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാം, ഇച്ചിരി സാധനങ്ങൾ പഠിക്കാണ്ട്. ശരി ദാസേട്ടാ, കുപ്പിയൊന്നും വാങ്ങിക്കണ്ട കേട്ടോ. ഇല്ല. അല്ല, എന്ത് പറ്റി ബിജി? മുഖം മാറിയല്ലോ. എന്താണ് ഒരു രഹസ്യം പറച്ചില്? അതിനാ ദാസനത്ത് കുപ്പിയൊന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ. വെറുതെ എന്തിനാ കുടുംബം ഉണ്ടാക്കണ? കുപ്പി മേടിക്കണ്ടെന്ന് സജീവേട്ടൻ പറയുമ്പോ ദാസേട്ടൻ വിചാരിക്കൂലേ ഞാൻ സമ്മതിക്കാത്തോണ്ടാണ്? അങ്ങനൊന്നുമില്ല. ഇതിപ്പോ അത് വീട്ടിലിരുന്ന് കുടിച്ചതിന് ഞാൻ വഴക്കിട്ടെന്നല്ലേ ദാസേട്ടൻ വിചാരിക്കത്തുള്ളൂ. സജീവേട്ടന് ഭാര്യ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്ന് കരുതണ്ടെന്ന് വിചാരിച്ചിട്ടാ അന്ന് ഞാൻ സമ്മതിച്ചത്. അങ്ങനൊന്നും ഇല്ലെന്നേ. എനിക്ക് മദ്യപിച്ചാലേ സന്തോഷം കിട്ടുന്നൊന്നുമില്ല. എന്റെ സന്തോഷം നീയല്ലേ? ഞാൻ പറയുന്നൊക്കെ അതുപോലെ അവിടെ ചെന്ന് പറയും. എന്താന്ന് വെച്ചാൽ ബിജി മോളെ, ഇതിപ്പോ കുപ്പി മേടിക്കാനാണോ മേടിക്കാതിരിക്കാനാണോ? എന്തൊരു കഷ്ടമാണത്. ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ കളിച്ചു. ആദ്യം കളിക്കാനൊന്നും അറിയില്ല. തമ്മിൽ തിന്നുപടുത്തു ചിരിയുടെ പലഹാരം, കണ്ടതുമില്ല കേട്ടതുമില്ല അവനവനുള്ള സജീവേട്ടാ, ചെയ്യണോ ഞാൻ? ഞാൻ കൊടുത്തോളാം. മാറിക്കോ. നിറമിത് പലതാ കലപില പതിവാ കടിപിടി കൂത്താട്ടം, ഒരു മകൾ ഒരു പിടി പല വഴി പിരിയണ കൂട്ടര് വാഴണ നാടാട്ട. മോളെ വാ. വീട്ടിലെ ഭക്ഷണം തന്നെ. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കരുതിയിട്ടിരുന്നു. അത് കുഴപ്പമില്ല, സാരം. എടാ, നിനക്ക് വേണേ അത് വേറെ എടുക്കാൻ പറ്റും. വേണ്ട, ഞാൻ കുറച്ച് കിട്ടും. നീ ഇപ്പൊ വേണ്ട, ഞാൻ കുറച്ച് ഞാൻ വിളമ്പ. നീ ഞാൻ കൊടുത്തോളാം. കഴിക്ക്. ബാക്കിയുള്ള ഇട്ട് കഴിച്ചോട്ടാ. പച്ചക്കറി എത്ര ദിവസം പറയും നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. സജീവന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? അത് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായില്ലല്ലോ. ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ തിരിച്ചു തന്നെ. അതിന്റെ ഞാൻ കുട്ടികൾക്ക്. അതെ സജീവട്ടാ. എന്താ? ഇപ്പൊ പാമ്പ് കൂടി കളിക്കാം. എന്താണിത്? എനിക്കിവിടെ വന്നിട്ട് ശ്വാസം മുട്ടുന്നു. എനിക്കെന്റെ വീട്ടിൽ പോണം. ഈ രാത്രിയിലോ? അതിനു വേണ്ടി രാത്രിയൊന്നും ആയിട്ടില്ല. ഒരു അരമണിക്കൂർ പോരെ വീടത്തെ. സജീവേട്ടൻ ഒരു ഓട്ടോ ഇട്ടൊന്ന് പോയി നോക്കാം. ജംഗ്ഷനിൽ പോയത്. നമ്മൾ എന്തായാലും നാളെ രാവിലെ പോകാൻ നിൽക്കണല്ലേ? രാവിലെ പോവാം. സജീവേട്ട തർക്കിക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ. പതുക്കെ സംസാരിക്കും. ഓട്ടോ ഇട്ടൊന്ന് പോയി നോക്ക്. എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് പോ. ഞാൻ ദാസന്റെ ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒറ്റ വണ്ടി നേരെ പളനി, അവിടെ നേരെ കൊടക്കനാല്. ടെമ്പോ ട്രാവലർ ഇതിനുണ്ടാവും. അതാണ് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാലോ. കുഴപ്പമില്ല. ചോദിക്കാൻ എന്തുകൊണ്ടാണ്? എന്തു പറ്റി? എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? അത് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ബിജിമോളുടെ അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേന. ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെല്ല് പോയിട്ടോ.
നീ വീട്ടിന്റെ വണ്ടി എടുത്തിട്ടോ. ശരി ചേട്ടാ നമുക്ക് പോയാലോ? വേണ്ട വേണ്ട വേണ്ട. അത് ചേച്ചി വേഗം ഇറങ്ങാം. അല്ല സജീവേട്ടാ നീ നീ അങ്ങോട്ട് പോകണ്ട. ശ്ശോ. അല്ല, എന്താ നിങ്ങൾ ഈ രാത്രിയിൽ തന്നെ പോന്നേ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? എനിക്കിങ്ങോട്ട് വരണമെന്ന് തോന്നി. എന്നാ വരുന്നേന്ന് ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഉം. ഏ? ഉം. നീയല്ല അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞേ, അവരെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. സജീവ, നിനക്കിവിടെ ഓക്കെ അല്ലടാ? ഇത് ഇങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പോട്ടെ, നമുക്ക് അവരെല്ലാം വിളിച്ച് 2 ദിവസം കൂടി താമസിപ്പിക്കാം. എന്തേ? ഇന്നലെ അടിച്ചതിന്റെ വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? എനിക്കറിയാം അച്ഛൻ്റെ എന്തെങ്കിലും ഉണ്ടാവുന്നു. ഞാനൊരു പഴയ പട്ടാളക്കാരനല്ലടാ. ഇതൊക്കെ ഇങ്ങനെ ആവുന്നു എനിക്ക് നേരത്തെ അറിയായിരുന്നു. എങ്ങനെ ആവുന്നു? അച്ഛൻ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, അങ്ങനെയൊക്കെ ആവുള്ളൂ, ഇങ്ങനെയൊക്കെ ആവുള്ളൂ. എങ്ങനെയൊക്കെ ആവുന്നാണ് അച്ഛൻ പറയണ? നിനക്ക് അത്ര വിഷമുണ്ടെങ്കിലേ നിങ്ങൾ 2 പേരും കൂടെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്. അല്ലാതെ അച്ഛാ, വീട് മാറിയ കാര്യങ്ങളൊക്കെ മാറും. നിങ്ങളുടെ മോളുടെ സ്വഭാവം മാറണ്ടേ? എന്നിട്ട് എങ്ങോട്ട് പോകാനാ? എവിടെ പോയി തന്നെയല്ലേ? ഞാൻ അവനെ ഒന്ന് നോക്കിയിട്ട് വരാം. അച്ഛാ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. അത് സാരില്ലടാ. ഞാൻ വണ്ടി ഉണ്ടാവും. വിജയ്, ഇന്നെന്റെ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നത്തെ റൂട്ട് വഴി വേറെ കണ്ടക്ടർ ആയിരുന്നല്ലോ. അതിപ്പോ ഞാൻ സ്റ്റാൻഡിൽ വന്നപ്പോഴാ എന്റെ റൂട്ട് വേറെ ആയിരുന്നു. അതൊന്നും അല്ലാന്ന് എനിക്കറിയാം. എന്റെ മോന്ത കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ റൂട്ട് മാറി ഓടിയത്. ഞാനിപ്പോ പുതിയ റൂട്ട് പഠിക്കണോ? നിന്നോട് ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കണോ? ആളുകൾ ഫോൺ ഉപയോഗിക്കുന്ന പഞ്ചാര അടിക്കാനാ? എന്റെ തന്നെ ഓരോരുത്തർ നിങ്ങൾ ഈ പഞ്ചാര അടിക്കുന്നത്. എന്താണ് ബിജി നീ പറയണ? എനിക്ക് നിന്നെ മനസ്സിലാവള്ള. എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്നെ അല്ലെങ്കിലും മനസ്സിലാവില്ല. എനിക്ക് വേറെ പണിയുണ്ട് ബിജി, നീ വെച്ചിട്ട് പോയടി. ചേച്ചി മരുന്ന് എവിടെ ഇരിക്കുന്നത്? എന്താണ്? ഞാൻ എടുത്തു കൊടുത്തോളാം, മാറും. ശരി, ദേഷ്യപ്പെട്ടുണ്ടായിരുന്നു.